ഹലോ മൈ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു നൈറ്റ് റൊട്ടീനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോർണിംഗിൽ എപ്പോഴും വീഡിയോ ചെയ്യാറുണ്ട്, നൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നൈറ്റ് വന്നിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. നമ്മളൊരു ബ്രെഡും ന്യൂട്ടെല്ലയും എടുത്ത് അതാണ് കേട്ടോ കഴിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പം ഉണ്ടാക്കുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞൊന്ന് ഉറങ്ങി എണീറ്റ് വരാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് നമ്മൾ വേറെ ഫുഡ് ഉണ്ടാക്കാറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തുർക്കി ഷവർമ്മയാണ്. എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ ഞാൻ അതിനെക്കുറിച്ച് കുറേ ആൾക്കാരായിട്ടൊക്കെ നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി ട്രൈ ചെയ്തിരുന്നു. അങ്ങനെ അതും ഇതും എല്ലാം കൂടെ എൻ്റെ ഒരു അറിവിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട് ചെയ്തെടുത്തു, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കനിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിക്കൻ ഞാൻ. അപ്പം നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുർക്കി ഷവർമ്മയാണ് കേട്ടോ ഇന്ന് നൈറ്റത്തെ ഡിന്നറിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് മൈദപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത്. മൈദപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് മാറ്റി വെക്കാം കുറച്ച് ടൈം. അതുപോലെ തന്നെ കൂടെ നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മൈദപ്പൊടിയും നേരത്തെ ചിക്കനിലേക്ക് ഇട്ട് അതേ മസാല ആഡ് ചെയ്യാൻ കേട്ടോ. മൈദപ്പൊടിയിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മാത്രം കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലയും ഉപ്പും ഇട്ട് കണ്ട് മിക്സ് ചെയ്തിട്ട് ആ പൊടിയിൽ നമ്മൾ ഈ ചിക്കനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്, അതായത് ആ മൈദപ്പൊടീൻ്റെ ആ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ പെട്ടെന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക്. നമ്മൾ ടൈം വളരെ ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഇല്ല, അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. സ്മെല്ലും ടേസ്റ്റും ഏകദേശം അതുപോലെ ആയിരിക്കും. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ എന്തൊക്കെ ചെയ്യുന്നതെന്ന്. നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ശരിയായ രീതിയിൽ കാണാം കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടോളൂ കേട്ടോ. പിന്നെ ഞാൻ ബേബിക്ക് കുറച്ച് ചിക്കൻ മാത്രം ഇങ്ങനെ ടൊമാറ്റോ സോസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പോപ്സൊക്കെ ഇല്ല, അതുപോലെ കൊടുത്തിട്ടുണ്ട്. അവനത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ ഷവർമയിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ്. ആളവിടെ ടാബിൽ ഒരു കാർട്ടൂൺ കാണുന്നുണ്ട്. എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലാതെ കാണുന്നത്. പിന്നെ ഞാൻ എന്നെ ശല്യം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കൊടുത്താൽ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടല്ലോ, ഒണിയന്, തക്കാളി, കാബേജ്, പിന്നെ ക്യാപ്സിക്കോ മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ കേട്ടോ. ഇതിലേക്കുള്ള പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാലും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ സുർക്ക വിനാഗിരോ ഉപയോഗിക്കുക. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ മയോണൈസ്. അപ്പോൾ ഓക്കെ, നിങ്ങളൊന്ന് ഈ ഒരു മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പച്ച എഗ്ഗിനേക്കാളൊക്കെ ബെറ്ററാണ് കേട്ടോ ഇത്. പിന്നെ അങ്ങനെ നമ്മളെ മയോണൈസ് റെഡിയായ ശേഷം നമ്മൾ കുറച്ച് എന്തുണ്ടാക്കുകയാണ്, പൊട്ടാറ്റോ വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ നന്നായിട്ട് തിളച്ച ശേഷം അതെടുത്ത് നല്ല പച്ചവെള്ളത്തിലേക്ക് മാറ്റാണ് കേട്ടോ. ആ ഒരു പൊട്ടാറ്റോ എടുത്തിട്ട് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് മാറ്റാണ്. അതിന് ശേഷം അത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് അത് ആദ്യം മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ, ഓരോന്ന് വീതം. അങ്ങനെ ഉണക്കിയെടുത്ത ശേഷം നമ്മൾ കുറച്ച് മൈദപ്പൊടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അത് പാനിലേക്ക് മാറ്റിയിട്ട് തിളച്ച എണ്ണയിലിട്ട് നമുക്ക് ചൂടാക്കി പൊരിച്ചെടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചിക്കൻ്റെ മുകളിലോട്ട് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മസാല റെഡിയാക്കി എടുക്കുകയാണ്. പച്ചക്കറി അരിഞ്ഞ് വെച്ചതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ടൊമാറ്റോ സോസും മയോണൈസും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, റൊട്ടിയിലേക്ക് ഷവർമ റൊട്ടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നം കാരണം ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ടൈം ഒരുപാടാവും. അതുകൊണ്ട് ഷവർമ റൊട്ടി വാങ്ങിച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പൊട്ടാറ്റോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും ആഡ് ചെയ്തിട്ട് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്കാക്കും എൻ്റെ ബ്രദറിനും ബേബിക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.